ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്നത് എത്ര വലിയ പ്രയാസമായാലും, പണം നഷ്ടപ്പെട്ടതാകാം, ബിസിനസ് തകർന്നതാകാം, വിവാഹജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, സന്താനത്തെക്കുറിച്ചുള്ള വിഷമമാകാം, പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. ഒന്ന് ഓർക്കുക, അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും അല്ലാഹുവിന്റെ അറിവിലാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അല്ലാഹു എന്നോട് കോപിച്ചിരിക്കുകയാണോ? എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ? പക്ഷേ നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. സുഖവും പരീക്ഷണമാണ്, ദുഃഖവും പരീക്ഷണമാണ്. സമ്പത്ത് ലഭിക്കുമ്പോൾ അത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴും അത് ഒരു പരീക്ഷണമാണ്. ആരോഗ്യം ലഭിക്കുമ്പോൾ അത് ഒരു പരീക്ഷണമാണ്. രോഗം വരുമ്പോഴും അത് ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം പുറത്തുനിന്ന് നോക്കി നിങ്ങളുടെ ജീവിതത്തെ അളക്കരുത്. അവരുടെ പുഞ്ചിരിക്ക് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഇന്നത്തെ കണ്ണുനീർ നാളെ അല്ലാഹുവിങ്കൽ നിങ്ങളുടെ ഉയർന്ന പദവിക്ക് കാരണമാകാം. അല്ലാഹു പറയുന്നു, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. സൂറത്തു ശർഹ് 94 മണി കൂടെ 5 മിനിറ്റ് 6. അതുകൊണ്ട് ഇപ്പോൾ പ്രയാസമാണെന്ന് കരുതി ജീവിതം അവസാനിച്ചു എന്ന് കരുതരുത്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്കായി വാതിൽ തുറന്നുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് മാത്രം നോക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് നൽകാൻ പോകുന്നതെന്താണെന്ന് പ്രതീക്ഷിക്കുക. നബി മുഹമ്മദ് പോലും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും വേദനകളും അനുഭവിച്ചു. അനാഥനായി വളർന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. സ്വന്തം ജനതയിൽ നിന്ന് എതിർപ്പ് നേരിട്ടു. പീഡനങ്ങൾ സഹിച്ചു. എന്നിട്ടും അദ്ദേഹം അല്ലാഹുവിലുള്ള വിശ്വാസം കൈവിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസം അല്ലാഹു നിങ്ങളെ വെറുക്കുന്നു എന്നതിന്റെ അടയാളമല്ല. ചിലപ്പോൾ നിങ്ങളെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള വഴിയാണ് ആ പ്രയാസം. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യൂ. അല്ലാഹുവിനോട് സംസാരിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അവനോട് പറയൂ. ആരും മനസ്സിലാക്കാത്ത നിങ്ങളുടെ വേദന അവൻ അറിയുന്നു. ആരും കേൾക്കാത്ത നിങ്ങളുടെ കരച്ചിൽ അവൻ കേൾക്കുന്നു. നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ലാത്തപ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ അവൻ അറിയുന്നു. അതിനാൽ ദുആ നിർത്തരുത്. തൗബ നിർത്തരുത്. നമസ്കാരം ഉപേക്ഷിക്കരുത്. പ്രതീക്ഷ കൈവിടരുത്. കാരണം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. നിങ്ങൾ ഇന്ന് തകർന്നിരിക്കാം. പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ കരയുന്നുണ്ടാകാം. പക്ഷേ അല്ലാഹുവിന്റെ സഹായത്തിൽ നിന്ന് നിങ്ങൾ അകന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ടായിരിക്കാം. പക്ഷേ ഇരുട്ടിനു ശേഷം വെളിച്ചം വരും. ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടും. സൂറത്തു സുമർ 39:10. അതുകൊണ്ട് സബർ ചെയ്യുക. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന പരിശ്രമം ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളുടെ ജീവിതം വീണ്ടും പടുത്തുയർത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇന്ന് മറ്റൊരാളുടെ വേദന കുറയ്ക്കുമ്പോൾ നാളെ അല്ലാഹു നിങ്ങളുടെ വേദന കുറയ്ക്കാൻ ഒരു വാതിൽ തുറന്നേക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കുള്ള വഴി. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനം എടുക്കൂ. ഞാൻ തളർന്നാലും അല്ലാഹുവിനെ വിട്ടുകളയില്ല. ഞാൻ കരഞ്ഞാലും പ്രതീക്ഷ കൈവിടില്ല. എനിക്ക് വഴി കാണുന്നില്ലെങ്കിലും അല്ലാഹുവിന് വഴി അറിയാം. നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുക. പ്രാർത്ഥിക്കുക. ക്ഷമിക്കുക. മുന്നോട്ട് നടക്കുക. കാരണം പ്രയാസത്തോടൊപ്പം തീർച്ചയായും എളുപ്പമുണ്ട്. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും നീക്കട്ടെ. നിങ്ങളുടെ റിസ്കിൽ ബർക്കത്ത് നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകട്ടെ. നിങ്ങളുടെ എല്ലാ ഹലാൽ ദുആകളും സ്വീകരിക്കട്ടെ. നിങ്ങൾ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പകരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.